ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നു. ആരാണെന്നോ എവിടെ നിന്ന് വന്നെന്നോ എങ്ങനെ മരിച്ചെന്നോ ആർക്കും ഒരറിവുമില്ല. പോരാത്തതിന് അയാളുടെ പോക്കറ്റിൽ ആകെയുള്ളതോ ഒരു നിഗൂഢമായ കോഡ് ഭാഷയിൽ എഴുതിയ കടലാസ് കഷ്ണം മാത്രം. ഒരു പെർഫെക്റ്റ് സിനിമാറ്റിക് സസ്പെൻസ് ത്രില്ലർ പ്ലോട്ട് പോലെ തോന്നുന്നുണ്ടല്ലേ? പക്ഷേ സംഭവം സിനിമയൊന്നുമല്ല. ഡിറ്റക്റ്റീവുകളെയും പ്രൊഫഷണൽ കോഡ് ബ്രേക്കേഴ്സിനെയും പതിറ്റാണ്ടുകളോളം തല പുകപ്പിച്ച ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു റിയൽ ലൈഫ് അൺസോൾവ്ഡ് മിസ്റ്ററി. അതെ, ദി സോമട്ടൻ മാൻ കേസ്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നമുക്കത് നോക്കിയാലോ. വർഷം 1948 ഡിസംബർ 1 ഓസ്ട്രേലിയയിലെ അഡ്ലേഡിലുള്ള സോമട്ടൻ ബീച്ച്. അന്ന് രാവിലെയോടെ അവിടെ നടക്കാനിറങ്ങിയ കുറച്ചു പേരാണ് മണൽപ്പരപ്പിൽ ഒരാൾ കിടക്കുന്നത് കാണുന്നത്. കിടപ്പ് കണ്ടാൽ ഉറങ്ങുകയാണെന്നേ തോന്നൂ. പക്ഷെ അടുത്തു ചെന്ന് നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. അയാൾ മരിച്ചിരുന്നു. ഒരു നല്ല ഒന്നാം തരം സ്യൂട്ടൊക്കെ ഇട്ട് ടൈ ഒക്കെ കെട്ടി ഭയങ്കര ഡീസൻ്റ് ആയുള്ള ഒരു ലുക്ക്. പോലീസുകാർ ഓടിയെത്തി ബോഡി ചെക്ക് ചെയ്തു. അവിടെ നിന്നാണ് കളി മാറി തുടങ്ങിയത്. അയാളുടെ പോക്കറ്റിൽ പേഴ്സോ ഐഡൻറ്റിറ്റി കാർഡോ വാലറ്റോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തിന്, അയാളിട്ടിരുന്ന ഷർട്ടിൻ്റെയും കോട്ടിൻ്റെയും ബ്രാൻഡ് ടാഗുകൾ പോലും ആരോ കൃത്യമായി വെട്ടിമാറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ആരാണെന്ന് ലോകം അറിയരുത് എന്ന് മരിച്ചയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നത് പോലെ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലെ ലോക്കറിൽ നിന്ന് പിന്നീട് ഇയാളുടേതാണെന്ന് കരുതുന്ന ഒരു സ്യൂട്ട് കേസ് കിട്ടി. അതിലും ഉണ്ടായിരുന്ന വസ്ത്രങ്ങളിലെ ടാഗുകൾ മുഴുവൻ മാറ്റിയ നിലയിലായിരുന്നു. മൃതദേഹം വീണ്ടും വിശദമായി പരിശോധിച്ചപ്പോൾ അയാളുടെ ട്രൗസറിൻ്റെ ഉള്ളിലെ ഒരു ചെറിയ രഹസ്യ പോക്കറ്റിൽ നിന്ന് ചുരുട്ടിക്കൂട്ടിയ ഒരു കടലാസ് കഷ്ണം കിട്ടി. ആകെ 2 വാക്കുകൾ മാത്രമാണ് അതിൽ ഉണ്ടായിരുന്നത്: തമാം ഷുഡ്. പേർഷ്യൻ ഭാഷയിലെ ആ വാക്കുകളുടെ അർത്ഥം അവസാനിച്ചു അല്ലെങ്കിൽ പൂർത്തിയായി എന്നാണ്. റൂബയാത്ത് എന്ന പ്രശസ്തമായ കവിതാ പുസ്തകത്തിൽ നിന്ന് കീറിയെടുത്തതായിരുന്നു ആ താൾ. പോലീസ് തലപുകച്ച് അന്വേഷണം തുടങ്ങി. ഒടുവിൽ ആ പുസ്തകം കിട്ടി. അതിൻ്റെ അവസാന താളിൽ വളരെ വിചിത്രമായ ഒരു കാര്യം കൂടി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് അക്ഷരങ്ങൾ അടങ്ങിയ ഒരു രഹസ്യക്കോഡ്. ലോകത്തെ ഏറ്റവും പ്രഗത്ഭരായ മിലിറ്ററി ഡിറ്റക്റ്റീവുകൾ, ഇൻ്റലിജൻസ് ഏജൻസികൾ, കോഡ് ബ്രേക്കേഴ്സ് എല്ലാവരും ശ്രമിച്ചു. പക്ഷെ ആ കോഡ് എന്താണെന്ന് ഇന്നും ആർക്കും വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരായിരുന്നു ഇയാൾ? ഒരു അന്താരാഷ്ട്ര ചാരനായിരുന്നോ അതോ പ്രണയനൈരാശ്യം കാരണം ജീവനൊടുക്കിയ ആളോ? അയാൾ എങ്ങനെ മരിച്ചു എന്നതും വലിയൊരു മിസ്റ്ററി തന്നെയായിരുന്നു. ശരീരത്തിൽ ഒരു മുറിവ് പോലുമില്ല. പക്ഷേ വിഷമുള്ളിൽ ചെന്നാണ് മരിച്ചതെന്നാണ് ഡോക്ടർമാർ സംശയിച്ചത്. വിചിത്രമായ കാര്യം, ഏത് വിഷമാണെന്ന് പോലും അന്നത്തെ ലബോറട്ടറി ടെസ്റ്റുകൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ്. ഇതിങ്ങനെ 70-ലേറെ വർഷം വലിയൊരു ദുരൂഹതയായി തുടർന്നു. അങ്ങനെയിരിക്കെ 2022 ആധുനിക DNA സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തിയ ഒരു റിസർച്ചിൽ ഇയാൾ കാൾ വെബ് എന്ന ഓസ്ട്രേലിയക്കാരനായ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആകാൻ സാധ്യതയുണ്ടെന്ന് ഒരു പ്രൊഫസർ അവകാശപ്പെട്ടു. പക്ഷേ അപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയാണ്. ഒരു സാധാരണ എഞ്ചിനീയറായ കാൾ വെബ് എന്തിനാണ് തൻ്റെ വസ്ത്രങ്ങളിലെ ടാഗുകൾ വരെ വെട്ടിമാറ്റി അഡ്ലേഡിൽ എത്തിയത്? പോക്കറ്റിലെ ആ രഹസ്യ കോഡുകൾ എന്തിനെക്കുറിച്ചുള്ളതായിരുന്നു? തമാം ഷുഡ് എന്ന് പറഞ്ഞ് അയാൾ എന്തിനാണ് തൻ്റെ ജീവിതത്തിന് തിരശ്ശീലയിട്ടത്? 75-ലധികം വർഷങ്ങൾക്കിപ്പുറവും സാങ്കേതികവിദ്യ ഇത്രയേറെ വളർന്നിട്ടും ആ രഹസ്യങ്ങൾ ഇന്നും അഡ്ലേഡിലെ മണൽപ്പരപ്പിൽ കാറ്റിൽ പറക്കുന്ന ചോദ്യചിഹ്നങ്ങളായി ബാക്കി നിൽക്കുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇയാളൊരു സ്പൈ ആയിരുന്നോ അതോ അതിനു പിന്നിൽ വേറെന്തെങ്കിലും കഥയും ഉണ്ടാകുമോ? കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ.